ലാഹോർ വിമാനത്താവളത്തിൽ തീപിടുത്തം. പാക് സൈന്യത്തിന്റെ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ടയറിന് തീപിടിച്ചത്. വിമാനത്താവളം അടച്ചു, എല്ലാ സർവീസുകളും റദ്ദാക്കി. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? പലതരത്തിലുള്ള ദുരൂഹതകൾ സ്വാഭാവികമായും ആരോപിക്കപ്പെടുമല്ലോ. സൈത്ത്, പാകിസ്ഥാനിലെ ലാഹോറിലെ അലമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ട്, അവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമായി നൽകാനുള്ളത്. ഇവിടേക്ക് ഒരു പാകിസ്ഥാൻ ആർമിയുടെ ഒരു വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. തുടർച്ചയായി പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ ഈ വിമാനത്താവളത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നതിനിടെ ഇതിന്റെ ഒരു ടയർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും തീപിടിക്കുകയുമാണ് ഉണ്ടായത്. ഈ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നാണ് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിവരം. പക്ഷേ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഈ തീ പടർന്നു എന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഫയർ എഞ്ചിനുകൾ വന്ന് തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഏതാണ്ട് 40 മിനിറ്റോളം അതിശക്തമായി തന്നെ ഈ തീപിടുത്തം ഉണ്ടായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് ഈ റൺവേ, വിമാനത്താവളത്തിലേക്ക് നിരവധി വിമാനങ്ങൾ ലാൻഡ് ചെയ്യേണ്ട ഒരു സമയം കൂടിയായിരുന്നു. അതനുസരിച്ച് ഈ റൺവേ ഏതാണ്ട് പൂർണ്ണമായും അടച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിമാനത്താവളത്തിലേക്ക് വരായിരുന്ന എല്ലാ പ്ലെയിനുകളുടെയും വരവ് തൽക്കാലത്തേക്ക് ഗതിമാറ്റി തിരിച്ചുവിടുക, എല്ലാ വിമാനങ്ങളും ക്യാൻസൽ ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയാണ്. അതീവ ജാഗ്രതയിലാണ് ലാഹോർ വിമാനത്താവളവും പരിസരവും ഉള്ളത്. കാരണം മറ്റെന്തെങ്കിലും സംഭവങ്ങളാണോ എന്നത് ഇവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെയാണ് ബലൂചിസ്ഥാനിൽ വലിയ സ്ഫോടനം ഉണ്ടാവുകയും ഇന്ന് വെളുപ്പിനെ ഉണ്ടാവുകയും 10ഓളം പാക് സൈനികർ കൊല്ലപ്പെടുകയും മറ്റും ചെയ്ത് അത്തരത്തിലുള്ള ഭീകര സംഘടനകളുടെ ആക്രമണമാണോ അല്ലെങ്കിൽ അവരുടെ അട്ടിമറി ശ്രമമാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സംശയങ്ങളും പാക് സൈനികർക്കുണ്ട്, പാക് സർക്കാരിനുണ്ട്. ഏതായാലും അടിയന്തര അന്വേഷണം പാക് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൽക്കാലം മനസ്സിലാക്കേണ്ടത് ഇവർ കരുതുന്നത് അട്ടിമറി ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ്. പക്ഷെ അപ്പോഴും സംശയങ്ങൾ നിരവധിയായി ഉണ്ട് എന്നുള്ളതാണ്. അസാധാരണമായ സംഭവമെന്നാണ് പാകിസ്ഥാന്റെ സൈനിക വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിച്ചത്. കാരണം യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇവരെ വല്ലാതെ അക്ഷരാർത്ഥത്തിൽ പേടിപ്പിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ബലൂചിസ്ഥാനിൽ 10 സൈനികർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ കൂടിയുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിനോടൊക്കെ ചേർത്ത് വായിച്ചാൽ പാകിസ്ഥാന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന ഭയം അവർക്കുണ്ട്. അതനുസരിച്ച് ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന വിവിധ സേനാംഗങ്ങൾക്ക് പാക് സർക്കാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, വളരെ ദുർബലമായ ആഭ്യന്തര സുരക്ഷയുള്ള ഒരു രാജ്യത്ത് ഇത്തരം സംഭവവികാസങ്ങളെ പരിഭ്രമത്തോടെ നേരിടുക എന്നതല്ലാതെ മറ്റൊരു തരത്തിൽ ഇവർ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് വിമാനത്താവളം പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. വിമാന സർവീസുകൾ ഇങ്ങോട്ടേക്കുള്ളത് പൂർണ്ണമായും നിർത്തലായി കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി കാണാം. ചെറിയ തീപിടുത്തമല്ല, കേവലം ഒരു വിമാനത്തിന്റെ ടയറിന് തീപിടിച്ചുണ്ടായ കേവലമായ ഒരു ചെറിയ തീപിടുത്തമല്ല ഇത്. ആ പ്രദേശമൊട്ടാകെ പുകപടലങ്ങൾ വ്യാപിക്കുകയും തുടർന്ന് വിമാനങ്ങൾ കാണാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ പോവുകയും റൺവേയിലടക്കം വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്നാണ് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനങ്ങൾ പോലും വളരെ പെട്ടെന്ന് ഗതിമാറ്റി വിടുകയും ചെയ്തത്. ഇത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ വ്യോമപാത, ഇന്ത്യയുടെ വിമാനങ്ങൾക്കടക്കം ഇവരുടെ വ്യോമപാത നിഷേധിച്ച ഒരു സംഭവം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതനുസരിച്ച് DGCAയും മറ്റും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയ വാർത്ത അല്പം മുമ്പാണ് പുറത്തു വന്നത്. വിമാന കമ്പനികൾ കുറച്ചുകൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യണമെന്നും സമയക്രമം അടക്കം വർദ്ധിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. ഈ വ്യോമപാത ഉപയോഗിക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇതടക്കമുള്ള പാകിസ്ഥാന്റെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഈ മേഖലയിലുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ, ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ മനഃപൂർവ്വമായി സംഭവിച്ചതാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പരിഭ്രാന്തി സൃഷ്ടിച്ച സംഭവം ഉണ്ടായത് പാകിസ്ഥാന്റെ ലാഹോർ വിമാനത്താവളത്തിലാണ്. സയ്യിദ് രഞ്ജിത്ത്, ഒരു കാര്യം, ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്ന അക്രമ സംഭവത്തിൽ കുറെ അധികം സൈനികർ മരണപ്പെട്ടു, പാകിസ്ഥാൻ സൈനികർ മരണപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ബലൂജ് റവല്യൂഷണറി ആക്ടിവിസ്റ്റ്സ് വലിയ നീക്കങ്ങൾ അവിടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു എന്ന ഒരു
സാഹചര്യം പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഇന്ത്യ അതിർത്തിയിലെ സംഘർഷ സാഹചര്യങ്ങൾ. ഇങ്ങനെ ആഭ്യന്തര തലത്തിൽ പല പല സാധ്യതകളിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പം എന്തെങ്കിലും സൂചനകൾ, ഇതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഏതെങ്കിലും വാർത്താ ഏജൻസി പങ്കുവയ്ക്കുക വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇതിൽ? ഇത് ആഭ്യന്തര സംഘർഷം ഏറെ രൂക്ഷമായ ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നുള്ളത്. അവരുടെ ആഭ്യന്തര സുരക്ഷയൊക്കെ പലപ്പോഴും തുലാസിലാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് കഴിഞ്ഞ മാസമാണ് ഒരു തീവണ്ടി തട്ടിക്കൊണ്ടു പോവുകയും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 65ഓളം ആളുകൾ കൊല്ലപ്പെടുകയും മറ്റും ചെയ്തത്. ആ വിഷയത്തിൽ പാകിസ്ഥാൻ ആർമി ഇടപെട്ട് തീവണ്ടി മോചിപ്പിക്കാനൊക്കെ സാധിച്ചിരുന്നു എങ്കിലും ഈ ലിബറേഷൻ ആർമി പ്രവർത്തകർക്കെതിരെ കാര്യമായ നടപടിയെടുക്കാനോ അവർക്കെതിരെ പോരാട്ടം നടത്താനോ ശക്തമായ പോരാട്ടം നടത്താനോ ഒന്നും പാക് ആർമിക്കായിട്ടില്ല എന്ന വല്ലാത്തൊരു ബലഹീനത അവിടെയുണ്ട്. നമുക്കറിയാം 40% സ്ഥലം, പാകിസ്ഥാന്റെ 40% സ്ഥലം ബലൂചിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ബലൂചിസ്ഥാൻ. അവിടുത്തെ വ്യവസായ കാർഷിക മേഖലയൊക്കെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. അവിടെയാണ് അവിടുത്തെ ജനങ്ങൾ. നമുക്ക് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാനുള്ളത്, ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ അതിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ, മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയ ഒരു ജനത കൂടിയാണ് ബലൂചിസ്ഥാൻ വാസികൾ എന്നുകൂടി ചേർത്ത് വെക്കണം. അങ്ങനെ ഇന്ത്യയോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ഈ ലിബറേഷൻ ആർമിയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും 10 എന്നാണ് അവർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്ന കണക്ക്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തുള്ള സൈനികർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്തരം ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം തുടർച്ചയായി പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങൾ വല്ലാതെ മറിയുന്നത് ആ രാജ്യത്തെ വല്ലാതെ പരിഭ്രാന്തിയിലും ആശങ്കയിലും ആക്കിയിട്ടുണ്ട്. കാരണം ആ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഇന്ത്യയുടെ ആഭിമുഖ്യം പുലർത്തുന്ന നിരവധി സംഘടനകളും മറ്റുമുണ്ട്. അവരൊന്നും ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ത്യയുമായുള്ള പോര് ആഗ്രഹിക്കാത്തവരാണ്. സമാധാനകാംക്ഷികളായ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ഈ പാകിസ്ഥാന്റെ പ്രവൃത്തിയിലൊക്കെ അസ്വസ്ഥരാണ് എന്ന് വേണം കരുതാൻ. പട്ടാളം, നമുക്കറിയാം, പട്ടാളവുമായി ബന്ധപ്പെട്ടും ഭരണകൂടവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഏറെ ആഭ്യന്തര സംഘർഷങ്ങൾ, ആശയ പോരാട്ടങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നുകൂടി ചേർത്ത് വെക്കണം. അങ്ങനെ നോക്കി വെക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളിൽ പാകിസ്ഥാൻ വല്ലാതെ ഭീതിയിലാണ്. ഈ വിമാനത്താവളത്തിലടക്കം, ലാഹോർ വിമാനത്താവളം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിൽ ഇത്തരം തീപിടുത്തം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അവർക്ക് പേടിക്കാനുള്ള നിരവധി സംഭവങ്ങളുണ്ട് എന്ന് വേണം കരുതാൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗം വിമാനത്താവളത്തിലെ സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുകയും മറ്റും ചെയ്തത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഈ തയ്യാറാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്കിപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ഷഹബാസ് ആണ് ഈ വിഷയത്തിൽ പഹൽഗാം ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള നിർണായക വിവരം പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ തുടർച്ചയായുള്ള നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒന്ന് മയപ്പെട്ടു വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഷഹബാസ് ഷെരീഫ് പറഞ്ഞു വെക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ജമ്മു ആൻഡ് കാശ്മീർ 26 ആളുകൾ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ആരോപണ വിധേയരാണ്. ഇവർക്കെതിരെ ലോകരാജ്യങ്ങൾ പോലും മുന്നോട്ട് വന്ന പശ്ചാത്തലമുണ്ട്. ഒരു പ്രത്യേക ചടങ്ങിനെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ പ്രൈം മിനിസ്റ്റർ ഷെരീഫ് said that his country is open to taking part in a credible investigation എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മറ്റൊരു പാകിസ്ഥാനെതിരെ ആരോപണം ഉന്നയിക്കാൻ മാത്രമായുള്ള മറ്റൊരു ഗെയിമായി ഇത് മാറുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഈസ് ഓപ്പൺ ടു പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എനി ന്യൂട്രൽ, ട്രാൻസ്പെറന്റ് ആൻഡ് ക്രെഡിബിൾ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. അതായത് നിഷ്പക്ഷമായ, സുതാര്യമായ, സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. നേരത്തെ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും തങ്ങളുടെ തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിക്കുകയും മറ്റും ചെയ്ത പാക് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അന്വേഷണത്തിന് സജ്ജനാണ് എന്ന് വരുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. ഏതായാലും ഇത്തരത്തിൽ നിരവധി സമ്മർദ്ദം പാകിസ്ഥാന് മേലുണ്ട്. ഈവൻ ചൈന പോലും പാകിസ്ഥാനെ ഈ വിഷയത്തിൽ സംശയത്തിന് നിഴലിൽ കാണുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ തങ്ങളുടെ കടുംപിടുത്തം മാറ്റി ഒരു ന്യൂട്രലായുള്ള, നിഷ്പക്ഷമായുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ എത്തുന്നു എന്നതും പ്രധാനമാണ്. സൈത്ത്, അത് അതിസുപ്രധാനമായ സാഹചര്യങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടാവുന്നത്. പാകിസ്ഥാൻ ലാഹോറിൽ ഫ്ലൈറ്റ് ലാൻഡിങ്ങിനിടയിൽ പൊട്ടിത്തെറിച്ചാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദി ആക്രമണം, അങ്ങനെ എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നത് വലിയ സാഹചര്യമാണ്. പ്രത്യേകിച്ച് ബലൂജ് ആക്രമകാരികളുടെ ഭീഷണി നേരിടുന്ന രാജ്യം കൂടിയാണ്. ആഭ്യന്തര സംഘർഷം നിരവധിയാണ് പാകിസ്ഥാനിൽ. സൈന്യത്തെ വധിച്ച് തിരിച്ചടി നൽകാൻ കഴിഞ്ഞ ദിവസം ബലൂജ് തീവ്രവാദികൾക്ക്
അക്രമകാരികൾക്ക് ഭീകരവാദികൾക്ക് കഴിഞ്ഞിരുന്നു. ഇതിന് പുറമേയിലാണ് ഇന്ത്യ സംഘർഷം ഇന്ത്യൻ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം. ഇങ്ങനെ പാകിസ്ഥാൻ വെല്ലുവിളികൾ പലതും നേരിടുന്നു.